110 സീറ്റ്. നല്ല എല്ലാ MLA-മാരും മത്സരിക്കുന്ന എന്തിനാ? ശിവൻകുട്ടി മന്ത്രിയായിട്ടിരുന്നിട്ട് ഒരു കാര്യവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നു. അമ്മ ഞാൻ ജയിക്കുമെന്ന് ജയിക്കുമെന്ന് പറഞ്ഞു. മാറ്റവും വേണം, വികസനം ചെയ്തിട്ടില്ല. അപ്പോൾ രാജീവ് ചേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവും. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചതിന് ശേഷം എനിക്ക് 1-2 കാര്യങ്ങൾ വഹിക്കാനുണ്ട്. എൻ്റെ മകളെ മൂന്നാമത്തെ മകൾ എംപ്ലോയ്മെൻറ്റിന്ന് പേര് വന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോഴും ശരി പരിഹരിക്കാം, നിങ്ങൾ പോയി എന്ന് 100% മിന്നൽ പിണറായി. അപ്പൊ ഈ നേമത്തെ ആരായിരിക്കും? ശിവൻകുട്ടി. അപ്പം ജയിക്കുന്ന ആര് ജയിച്ചിരുന്നാലും നാട് നന്നാവുക, നഗരം നന്നാക്കുക. തദ്ദേശ തിരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ നാടിൻ്റെ വിഷയങ്ങൾ മാത്രം ചർച്ചയാവുന്നു. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഓരോ വോട്ടറുടെ മനസ്സിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇവയൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ സഞ്ചരിക്കുന്നത് ഗ്രാമങ്ങളിലേക്കാണ്. നമ്മുടെ നേമം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൾപ്രദേശമായിട്ടുള്ള പൂങ്കുളത്താണ് നിൽക്കുന്നത്. പൂങ്കുളത്തിലെ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു, ആർക്കൊപ്പമാണ് അവരുടെ മനസ്സ് എന്നറിയാനുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ എല്ലാവർക്കും സ്വാഗതം. വരും. ചേട്ടാ ഒരു സർവേയുടെ ഭാഗമായിട്ടാണേ. അപ്പം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ് മത്സരിക്കുന്നത്. അറിയാലോ, കോൺഗ്രസിന് ശബരിനാഥ് മത്സരിക്കുന്നു. NDAക്ക് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ഇവിടെ ആര് ജയിക്കും? ഇവിടെ നമ്മുടെ രാജീവേട്ടൻ ജയിക്കണം. രാജീവേട്ടൻ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ശിവൻകുട്ടി മന്ത്രിയായിട്ടിരിക്കും. നമ്മളെ ഈ റോഡ് തന്നെ നിങ്ങൾ നോക്കി പോകും. ഈ റോഡിൻ്റെ ഗതി കണ്ട ഒരു വികസനവും ഇല്ല. അപ്പോൾ ഈ ഒരു വികസനവും ചെയ്യാത്തത് കൊണ്ടാണോ അദ്ദേഹം ജയിക്കണമെന്ന് പറയുന്നത്, അതോ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടാണോ? മാറ്റവും വേണം, വികസനം ചെയ്തിട്ടില്ല. അപ്പോൾ രാജീവ് ചേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവും. നല്ല വികസനം ഉണ്ടാകും, നമുക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് അതിന് കഴിവുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങളുടെ സാധാരണക്കാരുടെ ഇടയിലുണ്ട്. പറയുന്ന കാര്യം നടപ്പിലാക്കും. പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമ്മളെ 60 മുതലേ വോട്ടിടുന്നു BJPക്കാണ്. പക്ഷെ ഇന്നതുവരെ ആരും ഒരു സഹകരണം ചെയ്തിട്ടില്ല. പെൻഷനും കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടിട്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചതിന് ശേഷം എനിക്ക് 1-2 കാര്യങ്ങൾ വഹിക്കാനുണ്ട്. വോട്ടിടുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. വേറെ പറയാനൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ടേ ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ MP മന്ത്രിയുടെ എന്തെങ്കിലും വികസനം ഇവിടെ നടന്നിട്ടുണ്ടോ? ഒരു വികസനം ഇവിടെ നടത്തിയിട്ടില്ല. അപ്പുറമേ അതിന് മുൻപേ സുശീല കൗൺസിലർ 1-2 റോഡിൻ്റെ വികസനമൊക്കെ ഇത്തിരി പേർ വന്നിട്ടുണ്ട്. ശിവൻകുട്ടി മന്ത്രി എന്ന രീതിയിൽ ശിവൻകുട്ടി യാതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മകളെ മൂന്നാമത്തെ മകൾ എംപ്ലോയ്മെൻറ്റിന്ന് പേര് വന്ന് അവിടെ വീട്ടിൽ ചെന്നപ്പോഴും ശരി പരിഹരിക്കാം, നിങ്ങൾ പോയി എന്ന് പറഞ്ഞയച്ച് എൻ്റെ മോൾക്ക് 2 ഇൻ്റർവ്യൂ കഴിഞ്ഞ്. ഒന്ന് മെഡിക്കൽ കോളേജിൽ ദന്തലിൽ, രണ്ടാമത് സെക്രട്ടേറിയറ്റിൽ. ഇതുവരെ +2 പാസ്സായ ഒരു വ്യക്തിയാണ്. ഭർത്താവുമില്ല, വിധവയാണ്. ഇതുവരെ ഒരു പണിയും കിട്ടിയിട്ടില്ല. അപ്പം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ എൻ്റെ മകൾക്ക് ജോലി കൊടുക്കണം. വിധവ പെണ്ണാണ്, അവർക്ക് ജോലി ജയിക്കുമെന്നോ? ജയിക്കും, തീർച്ച. വയലങ്കര രതീഷ് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ്. രാജശേഖരൻ ജയിച്ചില്ല. അതുകൊണ്ടിട്ട് ഇപ്പോഴെങ്കിലും ജയിച്ചല്ലോ എന്നുള്ള അവനെ ഒരു കുടുംബമാക്കണം. എന്താ പാവം ചെറുക്കൻ വയലങ്കര രതീഷ് കേട്ടാ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായം നിർത്തി. ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? ഈ തിരഞ്ഞെടുപ്പിൽ ജനം ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശിവൻകുട്ടി മന്ത്രിയായിട്ടിരുന്നിട്ട് ഒരു കാര്യവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ കാണുന്ന അതേ കോളിയൂരും അതേ പൂങ്കുളവും അതേ വണ്ടിത്തടവും അതേ തിരുവനന്തപുരവും തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പം
ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇനിയും ഒരു മാറ്റം വരണം. അപ്പോൾ മാറ്റം വരണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അതുപോലത്തെ ആൾക്കാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർ ജയിച്ചാൽ മാത്രമേ ഒരു മാറ്റം വരൂ എന്നുള്ള ഒരു ബോധ്യം ആൾക്കാർക്ക് വന്നു കഴിഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് 42 വർഷം കഴിഞ്ഞിട്ടാണ് കോർപ്പറേഷനിൽ BJP വരുന്നത്. അപ്പോൾ BJP വന്ന് 2-3 മാസം ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ കണ്ടു തുടങ്ങി മാറ്റം എന്താണെന്നാണ്. പിന്നെ ഈ ശിവൻകുട്ടി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ ജയിച്ചു പോയപ്പോൾ പല ഫോട്ടോസും അവരുടെ പ്രകടന പത്രികയിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അത് പ്രത്യേകം ഇവിടെ വൈറലായതാണ്. ഒരു സ്കൂൾ ബസ്സിൻ്റെ ഫ്രണ്ട് ഫോട്ടോ എടുത്തിട്ട് വേറൊരു സ്കൂളിൻ്റെ പേരും കൊടുത്തിട്ട് വാഴമുട്ട സ്കൂള്, ആ സ്കൂൾ ബസ്സിൻ്റെ തന്നെ പിറകിലത്തെ ഫോട്ടോ എടുത്തിട്ട് തിരുവല്ലം സ്കൂളിൻ്റെ ബസ് കൊടുത്തായിട്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ആരും ഇവിടെ തയ്യാറായിട്ടില്ല. അത് ഒരു ബസ് എടുത്തിട്ട് 2 സ്കൂളിലേക്ക് സംഭാവന ചെയ്തതായിട്ട് കാണിച്ചു. പക്ഷെ അത് ഈ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴേ അവർക്കത് വിട്ടുപോയതായിരിക്കും. പക്ഷെ അത് ജനം അത് തിരിച്ചറിഞ്ഞു. പക്ഷേ അതേ രീതിയിലുള്ള അല്ലാതെ, കാരണം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല വികസനം. വികസനം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിയമമണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ വന്ന എങ്ങനെയായിരിക്കും? അതോടെ കേരളം തൊലയും. വേറെ സംശയം എന്ത്? അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ആര് വന്നു? പിണറായി വിജയൻ. ഇവരെല്ലാം ഈ ലോകം മുഴുവൻ നടന്നിട്ട് ഇതുപോലെ കേരളം പോലെ ഒരു വികസിതമായിട്ട് സ്ഥലമില്ലല്ലോ. ഇവരവിടെ ഇവിടുന്ന് വരെയല്ലേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ വരണത്. അവർക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലെ ഇപ്പം ഈ നിയമത്ത് മത്സരിക്കുന്ന മന്ത്രിയായിട്ടുള്ള സഖാവ് ശിവൻകുട്ടി സഖാവ്, ഈ ശിവൻകുട്ടി സഖാവ്, അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണോ വിജയത്തിന് കേന്ദ്രമാക്കി ഉദ്ദേശിക്കുന്നത്? നിയമത്ത് അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട്? 100%. അപ്പോൾ ഇത്രയും കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രി, നിങ്ങളുടെ നെറ്റ്വർക്ക് തന്നെ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല മന്ത്രി, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രി, അതിനപ്പുറത്ത് വേറെ എന്ത് വേറെ? ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ വിഷയങ്ങളും പ്രതിസന്ധികളൊക്കെ പിണറായി സർക്കാരിനെ ഒരു പ്രശ്നത്തിലാക്കുകയല്ലേ ചെയ്തത്? ഒന്നുമില്ല. ഇപ്പം 100 ഒരു ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അത് മാത്രം പൊക്കി പിടിച്ചേണ്ട കാര്യമല്ലോ. ബാക്കി 99 കാര്യം വേറെ കിടക്കല്ലേ. ആരോഗ്യ മേഖലയിൽ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളില്ലേ. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ 3ാമത് അധികാരത്തിൽ എത്താൻ സാധിക്കും. 100% മിന്നൽ പിണറായി. അപ്പോൾ ഈ നിയമത്തെ ആരായിരിക്കും? പി ശിവൻകുട്ടി. ഇപ്പോൾ സർവേകളിൽ UDF അധികാരത്തിലെത്താനുള്ള സാധ്യത, നേരിയ സാധ്യത കാണിക്കുന്നു. അപ്പം 3ാമതും പിണറായി അധികാരത്തിൽ വരുമെന്ന് നമുക്കിത് എങ്ങനെ പറയാൻ സാധിക്കും? ഏത് ഇതിൽ വെച്ച് പറയാൻ സാധിക്കും? 3ാമതും പിണറായി വരുമെന്ന് പറയാനുള്ളത് മറ്റാരും പറയേണ്ട കാര്യമില്ല. ഇവിടെ ചെയ്ത വികസന നേട്ടങ്ങൾ അത് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് LDF. മറ്റേതെന്താണ് നേരിടുന്നത് UDF? അതൊന്നുമല്ല നേരിടുന്നത്. അപ്പോൾ അവർ മുണ്ടക്കൈ ദുരന്തത്തിൽ തന്നെ പൈസ ബുക്കി, അതിന് കണക്കുണ്ടോ? ഇന്നലെ തന്നെ ചാനൽ സെറ്റ് അതിൻ്റെ റെസിപ്റ്റ് ചോദിച്ചു, ഉണ്ടോ? ഞങ്ങൾ പിടിച്ച പണം എന്ന് പറഞ്ഞ് LDF പറഞ്ഞു. അതിന് അരമണിക്കൂർ കൊണ്ട്, വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് അവർ അതിനെ കൊടുത്തു. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കഴിയുമോ? കേരളം എത്ര സീറ്റ് പിടിക്കും CPM? 110 സീറ്റ്. നല്ല എല്ലാ MLA-മാരും മത്സരിക്കുന്നത് എന്തിനാ? അവരുടെ വികസനങ്ങൾ, അവർ നടത്തിയ വികസനങ്ങൾ അതല്ലേ ഏറ്റവും വലുത്. മികച്ച ഭരണം ഉണ്ടായിരുന്നിട്ട് പോലും 1ാം പിണറായി സർക്കാരിൽ നിന്ന് 2ാം പിണറായി സർക്കാർ എത്തിയപ്പം 99 സീറ്റാണ് നേടിയത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഒരു ചെറിയ പ്രശ്നങ്ങളും ഒരു നിശ്ചിത ഒരു ഇതിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു സ്ട്രാറ്റജി അല്ല. കാരണം എന്നറിയാം, ഈ കേരളം എന്ന് പറയുന്നത് വലിയ മനസാക്ഷിയുള്ളവരാണ്. ചെയ്ത കാര്യങ്ങളുടെ നന്ദി കാണിക്കും എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിൽ പിണറായി 100% മിന്നൽ പിണറായി. എന്തായാലും എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. രാജേന്ദ്രശേഖരൻ വ്യക്തിപരമായിട്ട് കേന്ദ്രമാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അടുത്ത് നമ്മൾ പിണറായി തന്നെ, അല്ലെങ്കിൽ ശൈലജ ടീച്ചറായിരിക്കും. ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പം ഈ സഖാവ് പിണറായിയുടെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളാണോ മാനദണ്ഡം? വികസനമില്ല. അല്ലെങ്കിലും അങ്ങനെ ഈ ഇടയ്ക്ക് മറ്റേ കളക്ടർ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഇത് വന്നപ്പോഴേക്കും അങ്ങനെ പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കാതെ വലിച്ചീരി കളയലെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ ഓർമ്മയുണ്ട്. അതൊക്കെയാണ് വ്യക്തിത്വം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വ്യക്തിപ്രഭാവമാണോ? സഖാവിൻ്റെ വ്യക്തിപ്രഭാവമാണോ? അതെ. എത്ര സീറ്റ് നേടും കേരളത്തിൽ? ഇനിയിപ്പോൾ സർവേ കണക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. സർവേകളിൽ മുൻതൂക്കം UDF-നാണ്. മുൻതൂക്കം ഉറപ്പാണ്. പിണറായി 3ാമത് അദ്ദേഹത്തിൽ തീർച്ചയായിട്ടും. നിയമമണ്ഡലത്തിലെ വിജയസാധ്യത ആർക്കാണ്? ഏത് പാർട്ടി ജയിച്ചിരുന്നാലും ആർക്കാണെന്ന് പറയാൻ പറ്റില്ല. 3 പേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പം ആര് ജയിച്ചിരുന്നാലും
നാട് നന്നാവുക, നഗരം നന്നാക്കുക, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വികസനം ചെയ്യുക. രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ വികസനം അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരും തോന്നുന്നുണ്ടോ? 3 പേരും മാറ്റം കൊണ്ടുവരാൻ തയ്യാറെടുത്ത് നിൽക്കുകയില്ല. അപ്പോൾ അവർ മാറ്റം നടത്തട്ടെ. അപ്പം ശിവൻകുട്ടി ഇവിടെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, അപ്പോൾ അദ്ദേഹം കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നടക്കും. അതെ, ആ മാറ്റത്തിനപ്പുറം ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ടോ, അതോ ആ മാറ്റം തന്നെ വീണ്ടും മതിയോ? ഇല്ല, മാറ്റം കൂടുതൽ വേണം. അപ്പം വേറെ ആൾ മാറി വരണോ? വേറെ ആരാണ് ജയിക്കണമെന്ന് അറിയില്ല. ജയിക്കുന്ന ഏത് പാർട്ടിക്കാരനായിരുന്നാലും നല്ലതായിട്ട് നഗരം ഭരിക്കുക. അതെ, മാറ്റം വേറെ മാറ്റം ഇഷ്ടം പോലെ വേണം. മാറ്റം പാവപ്പെട്ടവർക്കും പുതിയ ആൾ വന്നാലും പഴയ ആൾ ചിലപ്പോൾ വീണ്ടും പുതിയ ആളിനെ ഇങ്ങോട്ട് കുറച്ചുകൂടെ ചെയ്യാൻ ഉത്സാഹപ്പെട്ടല്ലേ വരണത്. അപ്പം ആര് ജയിച്ചാലും 3 പാർട്ടിക്കാർ ആരിൽ ജയിച്ചാലും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുക. നിയമമണ്ഡലത്തിലെ വിജയ സാധ്യത ആർക്കാണ്? രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരാണ് വിജയ സാധ്യത. ഓക്കെയാണ്. അപ്പം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ വികസനം കൊണ്ടുവരും നിയമം? കൊണ്ടുവരും, തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പം മുൻ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ഇവിടെ വികസനം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു വികസനം കൊണ്ടുവന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ കൊണ്ടുവന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് എല്ലാ ജനങ്ങളും ഒറ്റ നോക്കുന്നത് അല്ലെങ്കിൽ പുതിയ ആൾ വരണമെന്നാണോ? അതെ, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഇതിപ്പം രാജീവ്, ഇപ്പം BJPയുടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ വികസനം അത് ഒരാൾ മാറ്റം നോക്കുന്നുണ്ടല്ലോ. ഇപ്പം ഇവിടെയുള്ള ജനങ്ങളെ ഇപ്പം ഇടതുമായാലും വലുതായാലും ഇപ്പം ഭരിച്ച് എല്ലാം കഴിഞ്ഞാണ്. ഇനിയിപ്പം പുതിയ ഒരു ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു ഇത് ചിലപ്പോൾ ഉണ്ടാവും. എന്ന് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ വികസനം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം.